എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിനങ്ങളും അത്തരത്തിലായി തീരുവാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് പല വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ തന്നെയും എല്ലാവരെയും കേട്ടവർക്ക് ആവർത്തനവും അല്ലാത്തവരുടെ അറിവിലേക്കും ശ്രദ്ധിക്കാതെ പോയവരുടെ ശ്രദ്ധ ക്ഷണിക്കലിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ തിരക്കുപിടിച്ച ജീവിത രീതിയും ഭക്ഷണ രീതിയും ലൈഫ് സ്റ്റൈലും പലതും നമ്മളുടെ സ്വന്തം ശരീരത്തിൻ്റെ കാര്യങ്ങൾ, ഭക്ഷണ രീതിയാകട്ടെ, ഉറക്കമാകട്ടെ, റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ ആകട്ടെ, തിരക്കുപിടിച്ച ജീവിത രീതിയിൽ അത് സമയക്കുറവും കൊണ്ട് അത്തരത്തിൽ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താനും വേണ്ട രീതിയിൽ ഭക്ഷണവും നല്ല രീതിയിൽ കഴിക്കാനും അതോടൊപ്പം തന്നെ റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ ഉറക്കമാകട്ടെ നമുക്ക് വേണ്ട രീതിയിൽ നിർവഹിക്കാൻ കഴിയാത്തത് കൊണ്ട് പലവിധ അസുഖങ്ങളും ക്രമത്താൽ മാരക രോഗങ്ങളിലേക്ക് പോകും. പെട്ടെന്നാണ് മാരക രോഗങ്ങൾ, ക്രിട്ടിക്കൽ ഇൽനസ് അത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും അതിനുവേണ്ടി തുടർ ചികിത്സയും ഒരുപാട് പൈസ ചിലവാക്കിക്കൊണ്ടുള്ള നിരന്തര ചികിത്സയും ഒക്കെ ആവശ്യമായി വരുന്നത്. ഇത്തരം കാര്യങ്ങളുടെ മുന്നോടി എന്നുള്ള നിലക്ക് നമ്മൾ പെട്ടെന്നാണ്, ഇന്നേ വരെയും അസുഖങ്ങൾ ഉണ്ടായിരുന്നില്ല ആയിരിക്കാം, പക്ഷേ അതൊരു അടുത്ത സെക്കൻഡുകൾ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് ആർക്കും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പണ്ടൊക്കെ വല്ലപ്പോഴുമാണ് പലർക്കും മാരക രോഗങ്ങളും അത്തരത്തിൽ കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അടിക്കടി നമ്മുടെ വീടുകളിലും ചുറ്റുപാടും മറ്റു നമ്മുടെ കാഴ്ചപ്പാടിലും ഒക്കെ കണ്ടുവരുന്നതാണ് ഈ മാരക രോഗങ്ങൾ. അതിനോടനുബന്ധിച്ച് ഒരുപാട് ചികിത്സ ചെയ്യേണ്ടി വരിക, ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വരിക, ബാധ്യതയിലേക്ക് പോവുക, സ്വന്തം അസറ്റുകളെ തന്നെ പണയം വെക്കുക, അതല്ലെങ്കിൽ കടബാധ്യതയിലേക്ക് പോവുക, കടമെടുക്കേണ്ടി വരിക, കിഡ്നി പ്ലാന്റേഷൻ, അതുപോലെ ഹാർട്ട് ഡിസീസ്, ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ ക്യാൻസർ, അതുപോലെയുള്ള ഒരുപാട് അസുഖങ്ങളോടനുബന്ധിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് ചികിത്സയും ഒരുപാട് മറ്റുള്ളവരോട് ആവശ്യപ്പെടുകയും ബാധ്യതയിലേക്ക് പോവുക, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക, ഇതും കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഇന്ന് അടിക്കടി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു യാചനയുടെ, ചാരിറ്റിയുടെ ഭാഗമായി വരേണ്ടതും അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നതിനെ പരിഹരിക്കുന്നതിലേക്ക് നമ്മൾ ചെറിയൊരു പ്രീമിയം അടച്ചുകൊണ്ട് വലിയൊരു കവറിലേക്ക് പോയിക്കൊണ്ട് നമ്മുടെ റൈറ്റായി മാറിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തിക നിലപാടിനനുസരിച്ചുകൊണ്ടുള്ള പ്രീമിയം അടച്ചുകൊണ്ട് പോളിസി കവറിൽ നിന്നുകൊണ്ട് വ്യക്തിജീവിതവും കുടുംബജീവിതവും പ്രൊട്ടക്റ്റ് ആക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പോളിസി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ചാണ്. 3 വെയിറ്റിംഗ് പീരീഡ് പ്രധാനമായിട്ടുണ്ടാകും. ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, അതോടൊപ്പം പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, നമുക്ക് മുന്നേ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടോ, മേജർ സർജറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ ഇത്തരം സന്ദർഭത്തിൽ സൂചിപ്പിക്കേണ്ടതും അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കുകയും വേണം. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളുടെ സ്പെസിഫൈഡ് ഡിസീസ്. അത് പലരും മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതോടൊപ്പം പിന്നീട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളെ കുറിച്ചുള്ള അവയർനെസ്. അതോടൊപ്പം പിന്നീട് ശ്രദ്ധിക്കേണ്ടതാണ് എന്തൊക്കെ അസുഖങ്ങൾക്ക് നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റിന് ക്ലെയിം കിട്ടാനുള്ള സാധ്യതയുണ്ട്, കിട്ടാതിരിക്കേണ്ട സാധ്യത, അത്രയും കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് നോൺ മെഡിക്കൽ ഐറ്റംസ്, കൺസ്യൂമബിൾ ഐറ്റംസ്, റൂം റെൻറ്റിൻ്റെ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. ഏതൊക്കെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകൾ ഈ എടുക്കുന്ന പോളിസിയുടെ അല്ലെങ്കിൽ എടുക്കുന്ന കമ്പനിയുടെ അണ്ടറിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ വരാതിരിക്കുന്നത് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ ഒരു ക്ലാരിറ്റിയോടുകൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന പരാതി പരിഭവങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. അഥവാ കിട്ടിയില്ലെങ്കിൽ മിക്കവാറും ഹോസ്പിറ്റലുകളെല്ലാം തന്നെ ക്യാഷ്ലെസ് ആണ്. ഇനി ക്യാഷ്ലെസ് കിട്ടിയില്ലെങ്കിൽ റീഇംബേഴ്സ്മെൻ്റ് ഉണ്ട്. ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ ഓംബുഡ്സ്മാനെ സമീപിച്ചുകൊണ്ടും ഗ്രീവിങ്സിൽ പരാതി കൊടുത്തുകൊണ്ടും നമ്മൾക്ക് ക്ലെയിം കിട്ടാതിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പരിഹാരം തേടാവുന്നതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടും അടുത്ത ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് വരുന്നവരെ എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.